യെസ്, അപ്പം എല്ലാവരും എക്സാമിന്റെ ഒരു ചൂടിലൊക്കെ ആയിരിക്കും. നമുക്ക് 6 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഉറപ്പായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് എഴുതിയെടുത്ത് പഠിച്ചോളുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഓർമ്മയുടെ ഞരമ്പിൽ നിന്നും എന്തായാലും ഒരു ചോദ്യം വരും. അപ്പൊ നിങ്ങൾ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ എന്തായാലും പഠിച്ചു വെച്ചോളണം. ചോദ്യം ഇതാണ്: ഓർമ്മയുടെ ഞരമ്പ് എന്ന ശീർഷകം നൽകുന്ന അർത്ഥ സാധ്യതകൾ എന്തെല്ലാം? അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? ലളിതാംബിക അന്തർജനം, കെ സരസ്വതി അമ്മ, രാജലക്ഷ്മി തുടങ്ങിയവരിൽ നിന്ന് KR മീര വരെയും പിന്നെയും നീളുന്ന എഴുത്തുകാരികളുടെ പരമ്പര എന്നും സമാന ജീവിത സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഇതേ രീതിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങൾ എഴുതിയാൽ മതി എന്താ പറയുക, പാഠം എഴുതിയത്, അതുപോലെ തന്നെ നമ്മുടെ പാഠത്തിന്റെ ശീർഷകത്തിന്റെ ഒരു വിശദീകരണം, എന്താണ് ഓർമ്മയുടെ ഞരമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊരു വിശദീകരണം കൊടുക്കുക. തലമുറകൾ മാറിയാലും പെൺജീവിത പ്രതിസന്ധികളിൽ കാര്യമായ മാറ്റമില്ല. ആണധികാരത്തിനും കുടുംബമെന്ന സ്ഥാപനത്തിനും വിധേയമായി ചുരുങ്ങിപ്പോകുന്ന പെൺജീവിതം ഏത് തലമുറയിലും ഏറെക്കുറെ ഒരേപോലെയാണ്. സ്ത്രീകളുടെ തലമുറകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സമാന അനുഭവങ്ങളുടെ ഈ കാണാ ചങ്ങലയാണ്. എല്ലാ തലമുറയിലെയും സ്ത്രീകളെ ചേർത്ത് നിർത്തുന്ന ആ കാണാ ചങ്ങലയാണ് കഥയിലെ ഓർമ്മയുടെ ഞരമ്പ്. ഇങ്ങനെ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ നിങ്ങൾ പഠിച്ചോളുക. കാരണം നമുക്ക് എന്തായാലും ഇതിൽ നിന്നും ഒരു എസ്സേ വരും. ഇത് തന്നെ നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ്. കഥയിലെ ഒരു മുഖ്യ കഥാപാത്രമായ വൃദ്ധയും പെൺകുട്ടിയും തമ്മിൽ 3 തലമുറയുടെ അകലമുണ്ട്. വൃദ്ധ പങ്കുവെക്കുന്ന ഓർമ്മകളിലൂടെ ആണധികാരത്തിന് കീഴ്പ്പെട്ട് ചോറും കറിയും വെക്കാനും പെറാനും മാത്രമായി ചുരുങ്ങിപ്പോയ അവരുടെ ജീവിതം കഥയിലെ പെൺകുട്ടി മനസ്സിലാക്കുന്നു. പെൺജീവിതത്തിന്റെ ഈ പ്രതിസന്ധിയെക്കുറിച്ച് ഓർമ്മയുണ്ടാവണം എന്ന വൃദ്ധയുടെ ഓർമ്മപ്പെടുത്തൽ പെൺകുട്ടിയിൽ നടുക്കമുണ്ടാക്കുന്നു. താനും അതേ അസ്വാതന്ത്ര്യങ്ങളിലാണ് പെട്ടിരിക്കുന്നതെന്ന് അവൾ തിരിച്ചറിയുന്നു. തലമുറകൾ മാറിയാലും മാറാതെ തുടരുന്ന പെൺജീവിത പ്രതിസന്ധികളാണ് എല്ലാ തലമുറയിലെയും സ്ത്രീകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഓർമ്മയുടെ ഞരമ്പ്. തങ്ങൾ അനുഭവിക്കുന്ന അസ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് ബോധമുണ്ടാവുക എന്നത് തന്നെ വലിയ കാര്യമാണ്. ആ ബോധ്യം പെൺകുട്ടിക്ക് ഉണ്ടായി എന്നതിന് തെളിവാണ് അവൾ നീലക്കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഓർമ്മയുടെ ഞരമ്പ് തിരയുന്നത്. ഇങ്ങനെ എന്തായാലും പാഠത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചോളണം, അല്ലെങ്കിൽ എഴുതി പഠിക്കുക. എന്തായാലും നമുക്ക് ഇതിൽ നിന്നും എന്താണ് ഒരു എസ്സേ പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിന്ന് വരുന്ന മറ്റൊരു ചോദ്യമാണ്: സീമന്തരേഖയിലിട്ട സിന്ദൂരം വിയർപ്പിൽ കുതിർന്ന് വിരലിലൊട്ടി ഒരു തുള്ളി രക്തം പോലെ അത് വിരൽത്തുമ്പിൽ ഒരു നിമിഷം തങ്ങി പിന്നെ മെല്ലെ താഴേക്ക് വീണു മരിച്ചു. ഈ വാക്യം കഥയ്ക്ക് നൽകുന്ന അർത്ഥ സാധ്യതകൾ എന്തെല്ലാം? പെണ്ണിന് ദാമ്പത്യം ഒരു ബാധ്യതയാണോ എന്ന ചോദ്യം ഉയർത്തുന്ന ഒരു കഥാസന്ദർഭമാണിത്. ശ്രീജിത്തിന്റെ ഭാര്യ പദവിക്കപ്പുറം തന്റെ വ്യക്തിത്വം ദാമ്പത്യത്തിൽ അംഗീകരിക്കപ്പെടാൻ പോകുന്നില്ല എന്ന പെൺകുട്ടിയുടെ തിരിച്ചറിവിന്റെ സൂചനയും ഈ സന്ദർഭത്തിലുണ്ട്. ഒരു യാഥാസ്ഥിതിക കൂട്ടുകുടുംബ വ്യവസ്ഥതയിൽ പെൺജീവിതം എത്രത്തോളം ചുരുങ്ങിപ്പോകും എന്ന് വൃദ്ധയുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് പെൺകുട്ടി തിരിച്ചറിയുന്നു. ആ ജീവിതത്തിന്റെ ആവർത്തനമാണ് തന്റെ ജീവിതം എന്ന സത്യമാണ് പെൺകുട്ടി ഒരു ഞെട്ടലോടെ അറിയുന്നത്. ദാമ്പത്യത്തിന്റെ അടയാളമായ സീമന്തരേഖയിലെ സിന്ദൂരം കുടുംബത്തിൽ വിലമതിക്കപ്പെടാതെ പോകുന്ന പെണ്ണിന്റെ അധ്വാനത്തിന്റെ അടയാളത്തിന്റെയും വിയർപ്പിന്റെയും എന്താ പറയുന്നത്, അടയാളവും വിയർപ്പും ഒന്നു ചേർന്നാണ്, രക്തമായിട്ടാണ്. ആ സീമന്തരേഖത്തിലെ സിന്ദൂരം എന്ന് പറയുന്നത് ഇവിടെ രക്തമാണ്, പെണ്ണിന്റെ രക്തമായിട്ടാണ് സങ്കല്പിക്കുന്നത്. ആ രക്തമാണ് ഇനി എന്താണ് നിലത്ത് വീണ് പൊടിയാൻ പോകുന്നത്. അതായത് ആ ജീവിതം ഇനി എന്താണ് ആ കൂട്ടുകുടുംബത്തിൽ ഇല്ലാതാകാൻ പോകുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ്. ദാമ്പത്യത്തിൽ പെൺജീവിതം നേരിടേണ്ടി വരുന്ന ദുരന്തത്തിന്റെ സൂചന തന്നെയാണ് ഈ ഒരു വാക്യം. മനസ്സിലായോ? അപ്പൊ മെല്ലെ ആ ഒരു സിന്ദൂരത്തിൽ നിന്നും വിയർപ്പ് തുള്ളിയിൽ കൂടെ എന്താണ് രക്തം താഴെ വീണ് ഇല്ലാതാകുന്നു എന്ന് പറയുന്നത് ആ പെൺജീവിതം ഇനി എന്താണ് അവിടെ നരകിക്കാൻ പോവുകയാണ് എന്നത് തന്നെയാണ് അർത്ഥം. ഇനി അതുപോലെ തന്നെ നമ്മുടെ വേരുകളിൽ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന പാഠഭാഗത്തിൽ നിന്നും ഒരു ചോദ്യം ഉറപ്പാണ്. വേരുകളെ കുറിച്ചുള്ള അന്വേഷണം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തെക്കുറിച്ചുള്ള അന്വേഷണമായിട്ട് മാറുന്നുണ്ടോ? അതായത് അദ്ദേഹം വേരുകളെ കുറിച്ച് പോകുന്ന സമയത്ത് നമ്മളും പ്രകൃതിയും തമ്മിലുള്ള ആ ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധത്തെ തന്നെയാണോ ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്നൊരു ചോദ്യം വന്നേക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? മരത്തിന് ഉറപ്പ് നൽകുന്നത് വേരുകളാണ്. വേരുകളുടെ ശക്തിയാണ് മുകളിലേക്കുള്ള വളർച്ച നിർണ്ണയിക്കുന്നത്. ഓരോ മരത്തിന്റെയും വേരുകൾ വ്യത്യസ്തമായ രൂപവും ഭാവവും ഉള്ളവയാണ് എന്ന് ലേഖകൻ പറയുന്നു.
ഇത്തരത്തിൽ എന്താ പറയുന്നത് പ്രകൃതിയെക്കുറിച്ച് അറിയുന്ന പാഠമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ ആളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ പാഠഭാഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, വിശദീകരിക്കേണ്ടത്. വേരുകൾ തേടിയുള്ള യാത്രയിലാണ് പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്ന കുറച്ചു മനുഷ്യരെ നസീർ കണ്ടുമുട്ടുന്നത്. പ്രകൃതിയുടെ ഭാഗമായി അവർ തങ്ങളെ കാണുന്നു. അനേകം ജീവിവർഗങ്ങളിൽ ഒന്നു മാത്രമാണ് എന്ന ബോധം ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത ആ മനുഷ്യർക്കുണ്ടായിരുന്നു. ചെമ്പന്റെയും കുമാരന്റെയും ഒപ്പം തേൻ നോക്കാൻ ഷോളയാർ കാടുകളിൽ അലഞ്ഞു നടന്ന് ലേഖകൻ ഓർക്കുന്നു. വലിയ വേരുകൾക്കിടയിൽ കൂവ ഇലകൾ മെത്ത പോലെ വിരിച്ച് ചെമ്പനും കുമാരനും ഉറക്കറ തയ്യാറാക്കും. പാൽക്കാച്ചി മല കയറാൻ വാച്ചർ കണ്ണനായിരുന്നു സഹായിച്ചത്. വൃക്ഷങ്ങളുടെ വേരുകളിലൂടെ കയറ്റത്തേക്കാൾ പ്രയാസമായിരുന്നു ഇറക്കം. പ്രയാസമേറിയതെങ്കിലും വേരുകളിലൂടെയുള്ള മടക്കം അനിവാര്യമായിരുന്നു. വേരുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഔഷധമൂല്യം അറിയുന്ന മൂപ്പനായിരുന്നു അടിച്ചിൽ തൊട്ടി മുതുക്കുടിയിലെ കാണിക്കാരൻ അരുണാചലം. വേരുകളിലൂടെ ജീവിതം തിരിച്ചു പിടിക്കുന്ന മനുഷ്യൻ. ഏതാവശ്യത്തിനും അയാളുടെ കയ്യിൽ വേരുകൾ ഉണ്ടായിരുന്നു. മുതുവാന്മാർക്കിടയിൽ ഔഷധമഹിമ അരുണാചലത്തിനു മാത്രം. മുത്തയ്യയും അരുണാചലവും കാടിറങ്ങി നാട്ടിലേക്ക് വന്നപ്പോഴും തനിക്ക് പരിചിതമായ വേരുകൾ ഉണ്ടോ എന്ന് അവരുടെ കണ്ണുകൾ തേടുന്നുണ്ടായിരുന്നു. അത്രമാത്രം പ്രകൃതിയിൽ അലിഞ്ഞു ചേർന്നതായിരുന്നു അവരുടെ ജീവിതം. ചിന്നാർ കാടുകളിൽ എപ്പോഴും ചുറ്റി നടക്കുന്ന ഉടുമ്പുമാരിക്കും വേരുകളുടെ മഹിമ തിരിച്ചറിയാം. ഇങ്ങനെ കാട്ടിൽ ജനിച്ച് കാടിന്റെ മടിയിൽ വളർന്ന് പ്രകൃതിയോട് എതിരിടാതെ ഇണങ്ങി ആണ് ഇവരുടെയൊക്കെ ജീവിതം. അവരുടെ ജീവിത ആവശ്യങ്ങളൊക്കെ പരിഹാരം പ്രകൃതിയിൽ തന്നെയാണെന്ന് അവർ മനസ്സിലാക്കുന്നു. പ്രകൃതി മനുഷ്യന് വേണ്ടി മാത്രമുള്ളതല്ല. ഇങ്ങനെ നിങ്ങൾ എഴുതണേ, പ്രകൃതി മനുഷ്യന് വേണ്ടി മാത്രമുള്ളതല്ല. പ്രകൃതിയിലെ ഓരോ ഘടകം, അല്ലെ, പ്രകൃതിയിലെ ഒരു ഘടകം മാത്രമാണ് മനുഷ്യൻ, അല്ലെങ്കിൽ പ്രകൃതി മൊത്തം മനുഷ്യന് മാത്രമുള്ളതാണെന്നുള്ള മനുഷ്യന്റെ അഹങ്കാരം നമ്മൾ മാറ്റിവെക്കണം. നമ്മൾ ഇതിലെ ഒരു ഘടകമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാട് ഒരു ആവാസ വ്യവസ്ഥയാണ്. പരസ്പരം ആശ്രയിച്ചു കഴിയുന്ന അനേകം ജീവികളുടെ ഇടം. മനുഷ്യന് വേണ്ടി നിലനിർത്തേണ്ടതല്ല പ്രകൃതി. അവിടെ മരങ്ങളും അവയുടെ വേരുകളും ഇലകളുമെല്ലാം പ്രധാനമാകുന്നു. അനേകം സൂക്ഷ്മജീവികൾ മുതൽ പക്ഷി മൃഗാദികൾ വരെ മരത്തെ ആശ്രയിച്ചു കഴിയുന്നു. ഇങ്ങനെ വേരുകളുടെ അന്വേഷണത്തിലൂടെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധം കണ്ടെത്തി മനസ്സിലാക്കി തരികയാണ് നസീർ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം. പിന്നെ അതുപോലെ തന്നെ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന പാഠഭാഗത്തില് മരങ്ങൾക്കും വേരുകൾക്കും മനുഷ്യ സ്വഭാവം കൽപ്പിച്ചിരിക്കുന്ന കുറെ പ്രയോഗങ്ങളും വരികളൊക്കെ ഉണ്ട്. അതൊന്ന് നിങ്ങൾ എടുത്ത് എഴുതിക്കൊള്ളണം. ഏതൊക്കെയായിരുന്നു? ഒന്ന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. വന്യജീവി ഫോട്ടോഗ്രാഫർ ആയ എന്നെ നസീർ കാടകങ്ങളിലൂടെ നടത്തിയ കാടകങ്ങളിലൂടെയുള്ള യാത്രാനുഭവങ്ങളും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളുമാണ് വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന ഈ ഒരു ലേഖനത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. വർഷങ്ങളോളം നടത്തിയ യാത്രകളിൽ കാടിന്റെ സ്പന്ദനം അറിഞ്ഞ നസീർ കാട്ടിലെ മരങ്ങളും ചെടികളും പുൽനാമ്പുകളും സചേതനമാണ്. മാനുഷികമായ വികാരങ്ങൾ അവയിൽ ലേഖകൻ കാണുന്നുണ്ട്. വേരറുത്ത് മാറ്റി അതൊക്കെ നിങ്ങൾ പറയാം. പിന്നെ അതുപോലെ തന്നെ വേരുകൾ പ്രണയിക്കുന്ന പാറകൾ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ വേരുകൾക്ക് പ്രണയമുണ്ട് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ അവർ ആലിംഗനം ചെയ്യുന്നു എന്ന് പറയുന്നത്, പിന്നെ അതുപോലെ തന്നെ മറ്റൊന്നിനും വിട്ടുകൊടുക്കില്ല എന്ന ദൃഢനിശ്ചയത്തോടെയാണ് അവർ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. പിന്നെ അവർ തമ്മിൽ അവരുടെ സംരക്ഷണം എന്ന് പറയുന്നു, പുനർജന്മം എന്ന് പറയുന്നു, അല്ലെ, ഇലകളിലൂടെ പുനർജനിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ വീണ്ടും മുകളിൽ പൊടിഞ്ഞ് ദ്രവിക്കുന്നവ, ഏറ്റവും മുകളിൽ പൊടിഞ്ഞു വീഴുന്നവ, വ്യത്യസ്തമായിട്ട് അവസ്ഥാന്തരങ്ങളിലൂടെ ഇലകൾ അവസാന കണിക വരെ മറ്റൊരു ജീവനായിട്ട് വരുന്നു, അല്ലെ, വീണ്ടും ഒരു ജീവനായിട്ട് വരുന്നു. ഇങ്ങനെ കുറച്ച് പ്രയോഗങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ഒന്ന് എടുത്തെഴുതുക. ഇതൊന്ന് നോട്ടിലേക്ക് എഴുതി എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ജസ്റ്റ് ഒന്ന് നോക്കണേ. പിന്നെ അതുപോലെ തന്നെ മത്സ്യം എന്താണ്? മത്സ്യത്തിന്റെ അതിജീവനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ചെറുതുകളുടെ ചെറുത്തുനിൽപ്പിനെ കുറിച്ചും ഒക്കെ ഒരു ചോദ്യം നമുക്ക് വരാൻ സാധ്യതയുള്ളത് തന്നെയാണ്. അതുകൂടെ നിങ്ങളൊന്ന് നോക്കി വെച്ചോളണം. അതിജീവനത്തിന്റെ സാധ്യതകളെ വളരെ നന്നായി സൂചിപ്പിക്കുന്ന കവിതയാണ് ടി.പി. രാജീവന്റെ മത്സ്യം. ഇങ്ങനെ തന്നെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് എഴുതാം. ജീവിക്കുന്ന വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നും പുറത്തു നിന്നും വ്യവസ്ഥയെ തകർത്തുകൊണ്ടും വ്യത്യസ്തമായിട്ടുള്ള പോരാട്ടങ്ങൾ നാം കാണാറുണ്ട്. ചെറുതിന്റെ അതിജീവനമാണ് ഈ കവിത. കടൽത്തിരയോട് ഒറ്റയ്ക്ക് പൊരുതി നിൽക്കാൻ ഇവിടെ മത്സ്യത്തിന് കഴിയുന്നു. എല്ലാ ആക്രമണങ്ങളെയും അത് പ്രതിരോധിക്കുന്നു. ആർക്കും പിടികൊടുക്കാത്ത സ്വതന്ത്ര ബോധമായിരുന്നു മത്സ്യത്തിൻ്റെത്. മറ്റുള്ളവർക്ക് കീഴ്പ്പെടാനോ നശിക്കാനോ കഴിയാത്ത നിശ്ചയദാർഢ്യം, ചതിയും വഞ്ചനയും തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടാനുള്ള സാമർഥ്യവും മത്സ്യത്തിനുണ്ടായിരുന്നു. ഇവിടെ
മനുഷ്യജീവിത അവസ്ഥകളുമായി ചേർന്ന് പോകുന്ന പ്രതീകാത്മകമായ സ്വഭാവം കൈവരിക്കുന്നു. വലക്കണ്ണികൾ, ചൂണ്ടക്കൊളുത്ത്, വാഴ്ത്തല തുടങ്ങിയിട്ടുള്ള കെണികളുടെയും ചതികളുടെയും ചിഹ്നങ്ങൾ കവിതയിലുണ്ട്. സ്വയം ചെറുതായും വളഞ്ഞും വേഗം കൂട്ടിയും വേട്ടക്കാരുടെ ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് മത്സ്യം ഓരോ തവണയും രക്ഷപ്പെട്ടു. നിലനിൽക്കുന്ന വ്യവസ്ഥ അത്രത്തോളം പഴകിയതാണെങ്കിലും വ്യക്തികളെ അതിനുള്ളിൽ പെടുത്താൻ കിണഞ്ഞ് പരിശ്രമിക്കും. അപാരമായ ആത്മവിശ്വാസവും ഇച്ഛാശക്തിയും ഉള്ളവർക്ക് മാത്രമേ എന്താണ് ഇത്തരം ഊരാക്കുരുക്കിൽ നിന്നൊക്കെ രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ. കടലിനുള്ളിൽ ജീവിക്കുകയും അതേസമയം പ്രതിരോധത്തിന്റെ എല്ലാ സാധ്യതകളിലൂടെയും മുന്നേറുകയും ചെയ്യുന്ന മത്സ്യമാണ് ഈ കഥയിലെ നായകൻ. മത്സ്യം അധികാരത്തിന്റെയും സ്വാർത്ഥ ലാഭത്തിനും വേണ്ടി നിലനിൽക്കുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ മത്സ്യത്തെ ഒരു രീതിയിലും കുരുക്കാനും ആകില്ല. മണൽത്തരിയോളം ചെറുതായി കാണുന്ന മത്സ്യം പൊരുതി നിൽക്കുന്നത് കടൽ തിരയോടാണ്. താൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നാണ് ഉപ്പളങ്ങളിലേക്ക് അത് എറിയപ്പെടാൻ പോകുന്നത്. പേരും പ്രശസ്തിയും നേടിയിട്ടില്ലാത്തതിനാൽ ഒരു കാഴ്ചയിലും അത് വന്നില്ല. കഥയിലെ കഥാപാത്രവുമായില്ല. തൻ്റെ ആവാസ വ്യവസ്ഥയിൽ അത് ചുട്ടുപഴുത്ത് ഓടിക്കൊണ്ടേയിരിക്കുന്നു. മരണം പിന്നാലെ ഓടിയിട്ടും അത് അറിയുന്നില്ല. മത്സ്യത്തെ മനുഷ്യൻ പ്രതിരൂപമായി സങ്കല്പിച്ചാൽ ഭൂമിയിൽ തന്നെ ഇല്ലാതാവുന്നതാണ്. പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കുന്നതിന് ഉള്ളിലെ ഊർജത്തെ ഉരുക്കാക്കി അത്രത്തോളം ഉരുക്കാക്കി അല്ലെങ്കിൽ കരുത്താക്കിക്കൊണ്ട് കുതിക്കുന്ന മത്സ്യം അതിജീവനത്തിന്റെ പാഠങ്ങൾ തന്നെയാണ് നമുക്ക് പകർന്നു നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് എഴുതിയെടുക്കണം. ഇതൊക്കെ എഴുതി തന്നെ നിങ്ങൾ പഠിക്കാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ എന്ന സിനിമാ ഗാനത്തിന്റെ സവിശേഷത. അപ്പോൾ എന്ത് ചോദിച്ച് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ഏതിപ്പോ 4 മാർക്കിനോ ഒക്കെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാവുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആണിത്. 1954 പുറത്തിറങ്ങിയ നീലക്കുയിൽ എന്ന ചിത്രം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നത് അതിലെ പാട്ടുകളുടെ സവിശേഷത കൊണ്ടാണ്. ശാസ്ത്രീയ സംഗീത വഴികൾ കുടുങ്ങിക്കിടന്ന മലയാള സിനിമാ ഗാനശാഖയെ ലളിത സംഗീത വഴിയിലേക്ക് നയിച്ചതും അതുവഴി സിനിമാ പാട്ടുകളെ സാധാരണക്കാരന്റെ പാട്ടുകളാക്കിയതും ഈ ചലച്ചിത്ര ഗാനങ്ങളാണ്. പി ഭാസ്കരൻ എഴുതിയ ലളിത മധുരമായിട്ടുള്ള വരികളും അതിന് രാഘവൻ മാസ്റ്റർ നൽകിയ നാട്ടുസംഗീതവുമാണ് കായലരികത്ത് എന്ന ഗാനത്തിന്റെ പ്രധാന സവിശേഷത. ഗാനരംഗത്ത് കാണപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യരുടെ ഭാഷയിൽ എഴുതിയ ഈ പാട്ട് അവരുടെ അഭിലാഷങ്ങളെയും അനുഭൂതികളെയും ഒപ്പിയെടുക്കുന്നു. അതിൽ ഉപയോഗിച്ച മാപ്പിളപ്പാട്ടിന്റെ ഈണം കേരളം മുഴുവൻ ഏറ്റുപാടിയത് നമ്മുടെ മതനിരപേക്ഷ സംസ്കാരത്തിന്റെ അടയാളവുമായി. നാടിനെന്നും തള്ളിക്കളഞ്ഞ ഇന്നും നാട് തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരുപാട് വാക്കുകളെ സാഹിത്യത്തിലെ തിളക്കമുള്ള നക്ഷത്രങ്ങളായി വീണ്ടെടുക്കാനും ഈ പാട്ടിന് കഴിഞ്ഞു. സാധാരണക്കാരന്റെ ഭാഷ, സാധാരണക്കാരന്റെ സംഗീതം, പാവപ്പെട്ടവന്റെ ജീവിത പരിസരം, അവന്റെ ജീവിതത്തിന്റെ ചൂടും ചൂരും ഉൾക്കൊണ്ടിട്ടുള്ള കൽപ്പനകൾ, ഇതെല്ലാമാണ് കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ എന്ന ഗാനത്തിന്റെ സവിശേഷതകൾ. ഇങ്ങനെ പറഞ്ഞിട്ടൊന്ന് പഠിച്ചു വെക്കണേ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പ്രതിഫലിക്കുന്ന സാമൂഹിക ജീവിതത്തിന്റെ സവിശേഷത. എന്ത് സാമൂഹിക ജീവിതമാണ് ഇവിടെ? ഒന്നാമത് ഗ്രാമീണ ജീവിതമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അതായത് ഒരു കണ്ണാടിയിൽ എന്നതുപോലെ അന്നത്തെ കാലഘട്ടത്തിന്റെ സാമൂഹിക ജീവിതമാണ് ഈ ഒരു ഗാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കുടവുമായി പുഴക്കടവിൽ നിന്ന് വരുന്ന നായിക പെണ്ണുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറക്കിന് എന്നെയും കൂടെ ചേർക്കണമേ എന്ന കാമുകന്റെ അഭ്യർത്ഥന, അവളുടെ നോട്ടം കൊണ്ടുണ്ടാകുന്ന കരളിനുള്ളിൽ ഒരു എണ്ണ കാച്ചിയതുപോലുള്ള നൊമ്പരം, പിന്നെ അതുപോലെ തന്നെ പ്രണയം അറിഞ്ഞപ്പോൾ കയറ് പൊട്ടിയ പമ്പരം പോലെ അവളിലേക്ക് ഉള്ള ഒരു പിടിവിടൽ, പിന്നെ ചേറിൽ നിന്നും വളർന്നു പൊന്തിയിട്ടുള്ള സുന്ദരിയായ അവളെ വിശേഷിപ്പിക്കുന്നത് അവളുടെ പുരികക്കൊടി അമ്പേറ്റ് ഞരമ്പുകൾ കമ്പൊടിഞ്ഞ ശീലക്കുട പോലെ കമ്പി പോലെ വലിഞ്ഞു പോയത്, പ്രണയം അഭിനയിച്ച് സങ്കടപ്പുഴ നടുവിലാക്കരുതെന്ന അപേക്ഷ, പിന്നെ അതുപോലെ തന്നെ കയ്യിലും കുത്തി വെയിലത്തുള്ള നടത്തം, ഇങ്ങനെ നാടൻ പദപ്രയോഗങ്ങളും ശൈലീ വിശേഷങ്ങളും ബിംബങ്ങളും കൊണ്ട് സാധാരണ ജീവിതത്തിന്റെ ഒരു നേർക്കാഴ്ചയായിട്ട് കായലരികത്ത് എന്ന ഗാനം നമുക്ക് വായിച്ചെടുക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതിക്കൊള്ളണം. ഇതന്നെയാണ് വീണ്ടും ചോദിക്കുന്നത്. ദൃശ്യ വിശകലനം കൂടെ നിങ്ങൾ അതിൽ നിന്നൊന്ന് എഴുതിയെടുക്കുക. പിന്നെ അതുപോലെ തന്നെ ബൈസിക്കിൾ തീവ്സിൽ നിന്നും നമുക്ക് ഒരു എസ്സേ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ എഴുതേണ്ട സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം: നാടകീയത ഒട്ടുമില്ലാതെ സാധാരണ ജീവിത സംഭവങ്ങൾക്ക് പ്രാധാന്യം നൽകി ചിത്രീകരിച്ച സിനിമയാണ് ബൈസിക്കിൾ തീവ്സ്. ഈ സിനിമയിൽ ബ്രൂണോ എന്ന കുട്ടിക്ക് ആന്റണിയോ റിച്ചി എന്ന പ്രധാന കഥാപാത്രത്തിനും തുല്യ സ്ഥാനം തന്നെയാണുള്ളത്. അച്ഛനൊപ്പം സൈക്കിൾ തേടി അലയുന്ന ആ കുഞ്ഞുമുഖം ചിത്രം അവസാനിക്കുമ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കും. ഇങ്ങനെ പറഞ്ഞൊക്കെ കൊണ്ടായിരിക്കണം നിങ്ങൾ എന്ത് എഴുതേണ്ടത്?
ബൈസിക്കിൾ തീവ്സിൽ നിന്നും ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എഴുതേണ്ടത്. അതുപോലെ തന്നെ ആ കുഞ്ഞിനെ ബ്രൂണോയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എഴുതിക്കൊള്ളണം. അവൻ ഊർജ്ജസ്വലനാണ്, മുതിർന്നവരെക്കാൾ പക്വതയും ഉത്തരവാദിത്ത ബോധവും പ്രകടിപ്പിക്കുന്നുണ്ട്. മോഷ്ടിക്കപ്പെട്ട സൈക്കിളിന്റെ വക്കും മൂലയും വരെ അവൻ ഏറെ പരിചിതമാണ്. അതാണ് സൈക്കിൾ തിരയാൻ അവനെയും കൂട്ടിയത്. സൈക്കിൾ നഷ്ടം ഉണ്ടാക്കിയ ദുഃഖത്തിൽ റിച്ചി പലപ്പോഴും കൊച്ചു ബ്രൂണോയുടെ സങ്കടങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. എങ്കിലും അവൻ കൊച്ചു കാലടികൾ കൊണ്ട് അച്ഛനെ വിടാതെ പിന്തുടരുന്നു. അവസരോചിതമായ ചില സന്ദർഭങ്ങളിലും ഇടപെടുന്നുണ്ട്. മോഷ്ടാവിനെ റിച്ചി പിടിക്കുന്ന അവസരത്തിൽ പോലീസിനെ വിളിച്ചു കൊണ്ടുവരുന്നത് നമ്മുടെ ബ്രൂണോ ആണ്. റിച്ചി സൈക്കിൾ മോഷ്ടിച്ച് പിടിയിലാകുമ്പോഴും ബ്രൂണോയുടെ നിലവിളിയാണ് രക്ഷപ്പെടുത്തുന്നത്. തൻ്റെ ഏറ്റവും വലിയ സ്വത്തായിട്ടുള്ള മകന്റെ കൈകോർത്ത് പിടിച്ച് നടന്നു പോകുന്ന അന്ത്യരംഗം മികച്ച കാഴ്ചാനുഭവം തന്നെയാണ്. ഈ ചലച്ചിത്രത്തിൽ റിച്ചിക്കൊപ്പം തലപ്പൊക്കമുള്ള ഒരു കഥാപാത്രം തന്നെയാണ് ബ്രൂണോ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കൈപ്പാട് എന്ന ഡോക്യുമെന്ററിയുടെ പ്രത്യേകത ചിലപ്പം ചോദിക്കാം. അപ്പൊ നിങ്ങൾ എഴുതണം, പ്രകൃതിയെ സൂക്ഷ്മമായി ഒപ്പിയെടുക്കുന്ന ഫോട്ടോഗ്രാഫിയിൽ നിന്നുമാണ് ശ്രീ ബാബു കാമ്രാത്ത് എന്താണ് ഈ ഒരു ഡോക്യുമെന്ററിയിലേക്ക് വരുന്നത്. അതിന്റെ സവിശേഷതകൾ അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററിയിലും കാണാം. ഓരോ ഫ്രെയിമും നല്ല ഫോട്ടോഗ്രാഫ് പോലെ സുന്ദരമാണ്. പ്രകൃതിയിലെ ഒരു നല്ല ദൃശ്യം കിട്ടാൻ വേണ്ടി ധന്യാത്മകമായി ക്ഷമയോടെ കാത്തിരിക്കുന്ന ഫോട്ടോഗ്രാഫറുടെ സൂക്ഷ്മതയോടെ ഒരു വർഷത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു ധ്യാനമാണ് ഈ ഒരു കൈപ്പാട്. ഒരു വർഷം അദ്ദേഹം അവിടെ നിന്ന് ഒപ്പിയെടുത്തിട്ടുള്ള ഒരു ഡോക്യുമെന്ററിയാണ് ഏത് നമ്മുടെ കൈപ്പാട് എന്ന് പറയുന്നത്. പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള സിനിമകൾ കാഴ്ചക്കാരിൽ ഞെട്ടലേൽപ്പിക്കുകയാണ് പതിവ്. പരിസ്ഥിതി വിനാശത്തിന്റെ നടുക്കുന്ന കാഴ്ചകൾ നിരത്തി നമ്മെ അസ്വസ്ഥരാക്കി ബോധവൽക്കരിക്കാനാണ് മിക്ക പരിസ്ഥിതി ഡോക്യുമെന്ററികളും ശ്രമിക്കാറ്. അല്ല, ഇതൊക്കെ കാണിച്ചിട്ട് അയ്യോ പരിസ്ഥിതി നശിക്കുകയാണെന്ന് കാണിക്കുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, മറിച്ച് എന്താണ് ആ പരിസ്ഥിതിയുടെ ഭംഗി കാണിച്ച് നമ്മളെ അതിലേക്ക് ആകർഷിപ്പിക്കുകയാണ് ഈ ഒരു ഡോക്യുമെന്ററി ചെയ്യുന്നത്. പക്ഷേ ബാബു കാമ്രാത്തിന്റെ പ്രകൃതിയിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരുന്നു. മനസ്സിനെ കുളിർപ്പിക്കുന്ന പ്രകൃതിയുടെ ഈടുവയ്പ്പുകൾ കാണിച്ചു തന്നിട്ട് അവ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ജാഗ്രത വേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യമാക്കുന്നു. മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന കാഴ്ചകളിലേക്കല്ല, പ്രകൃതിയുടെ മഹാവിസ്മയങ്ങളിലേക്കാണ് ശ്രീ ബാബു കാമ്രാത്ത് ക്യാമറ നോക്കിയിരിക്കുന്നത്. ഒച്ചപ്പാടും ബഹളങ്ങളും ഇല്ലാതെ ആ വിസ്മയങ്ങൾ അദ്ദേഹം പകർത്തുന്നു. കൈപ്പാട്, കാനം, അതുപോലെ തന്നെ ബിഹൈൻഡ് ദ മിസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ മദർ ബേർഡ് എന്നീ ഡോക്യുമെന്ററികളിലെല്ലാം അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നതും ഈ ഒരു സമീപനം തന്നെയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതണം. നിങ്ങൾ എല്ലാ നോട്ടും എന്ത് ചെയ്യുക, ഇപ്പം തന്നിരിക്കുന്നതൊക്കെ ഒന്ന് നോട്ടിലേക്ക് ഇപ്പം തന്നെ എഴുതി പഠിക്കുക. നന്നായിട്ട് എഴുതി തന്നെ പഠിക്കുക. അപ്പം എല്ലാവരും ഈ ഒരു പാഠങ്ങളൊക്കെ കൃത്യമായിട്ട് നല്ല രീതിക്ക് നോക്കുക. വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം വായിച്ചും എഴുതിയും തന്നെ പഠിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഗൈസ്.